അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് വോട്ട് കുത്തിയന്മാരൊക്കെ ഇവിടെ ഉണ്ടോ? ഒന്ന് വരിട്ടോ. നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ പോലും പറ്റിക്കുന്ന പോലീസ് നമ്മുടെ കേരളത്തിലുണ്ടെന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള പൂക്കിച്ചിരിയോട് കൂട്ടുള്ള സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ്. അതിഗംഭീരമാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അൻസിബ കേസ് നിങ്ങൾക്ക് അറിയില്ലേ? അമ്മയുമായി ബന്ധപ്പെട്ട് ടിനി ടോമുമായി ബന്ധപ്പെട്ടിട്ട് അൻസിബയെ തീവ്രവാദിയാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ കേസിന് ഇന്നലെ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നോ? കേൾക്കുന്നേ, കൃത്യമായി കേൾക്ക്. ഈ പറഞ്ഞ വ്യക്തി സിനിമാ നടിയാണ്. അവരെന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പരാതി കൊടുത്തിട്ട് FIR എടുക്കുന്നില്ല എന്ന്. ഞാൻ കമ്മീഷനെ വിളിച്ച് ചോദിച്ചപ്പോൾ കമ്മീഷൻ എന്നോട് പറഞ്ഞു FIR എടുത്തിട്ടുണ്ട് മതി. അപ്പൊ ഇദ്ദേഹം കമ്മീഷണറെ വിളിക്കുന്നു. അൻസിബ കഴിഞ്ഞ ദിവസമാണ് ഇവർ എത്ര തന്നെ പരാതിപ്പെട്ടിട്ടും ഇവരെ ഈ പ്രശ്നത്തിൽ ഇവരെ പരാതിയിൽ FIR ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും VD സതീശ മേനോൻ അദ്ദേഹത്തെയും ടാഗ് ചെയ്തിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനായിട്ട് ഇട്ടു. സംഗതി കത്തിക്കളി അല്ലെ? സംഗതി കത്തിക്കളപ്പോ പത്രപ്രവർത്തകരെല്ലാം കൂടി ചോദിച്ചു, അല്ല എന്താണ് സാർ അൻസിബയുടെ കേസിൽ നിങ്ങൾ പരാതി ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ടു, താങ്കളുടെ പോലീസ് പരാതി ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ടു. ഓ, എന്ത് അൻസിബ കേസിൽ ഞാൻ ഇന്നലെ തന്നെ കമ്മീഷണർ വിളിച്ചല്ലോ, കമ്മീഷണർ പരാതി ഇട്ടു എന്നാണല്ലോ പറഞ്ഞത്. ഇനി ആ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല, ഞാൻ സത്യസന്ധനാണ്, ഞാൻ മഹാനായ സത്യസന്ധനാണ്. ബാക്കി കേൾക്ക്. FIR എടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണത്തിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ല. ഒരു മന്ത്രിയും ഒരു MLA യും ഒരു ജനപ്രതിനിധിയും ആരും പോലീസിന്റെ അന്വേഷണത്തിൽ ഇടപെടുന്നത് ശരിയേയല്ല. പക്ഷെ സാർ ഒരു പ്രശ്നമുണ്ടല്ലോ, സത്യത്തിൽ കേസ് എടുത്തിട്ടുണ്ടോ, FIR ഇട്ടിട്ടുണ്ടോ? ദാ കേട്ടോക്കി, വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സംഗതി വൃത്തിയായിട്ട് കേൾപ്പിച്ചു തരാം. വേദനിപ്പിച്ചു എന്നറിയിച്ച് അൻസിബ രംഗത്തെത്തിയത്. മൂന്നാമത്തെ ഈ പരാതി രമേശ് ചെന്നിത്തല സാർ പറയുന്നത് പോലെ FIR ഇട്ടിട്ടേ ഇല്ല സാർ. പിന്നെ ഞാൻ ഇട്ടിട്ടേ ഇല്ല സാർ. രമേശ് ചെന്നിത്തല സാർ പറയുന്ന പോലെ പരാതിയില് FIR ഇട്ടിട്ടേ ഇല്ല സാർ. FIR ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകളെല്ലാം അതിന്റെ രസീതുകളെല്ലാം ഈ പറയുന്ന അൻസിബയുടെ കയ്യിൽ കാണേണ്ടതാണ് സാർ. ഇതൊരു പെൺകുട്ടിയാണ്, ഇവൾ പറയുന്ന പോലെ മനസ്സിന് കട്ടിയുള്ളത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നു എന്നാണ് അൻസിബ പറയുന്നത്. അൻസിബ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ പോലുള്ള ആളുകളൊക്കെ തീവ്രവാദിയാക്കാൻ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ വളരെ എളുപ്പമാണെന്നേ. അവരൊരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മുസ്ലിമിന്റെ യാതൊരു ആടയാഭരണങ്ങളും ഇല്ലാതെ നടക്കുന്ന ഒരു സ്ത്രീയാണ്. എന്നിരുന്നാൽ പോലും അവരെ തീവ്രവാദിയാക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ നടന്നത്. മിക്കതും സംഘിണികളായിരുന്നു. അതിൻ്റെ ഇടയിൽ ഭരണം മുഴുവൻ കൈയാളിയിരുന്നു എന്നർത്ഥം. അതിനിടയ്ക്ക് ഏതോ ഒരു അമ്പലത്തിന്റെ സ്പോൺസർഷിപ്പുമായിട്ട്, ഒരു അമ്പലത്തിന്റെയും ഒരു പള്ളിയുടെയും ഒരു ക്രിസ്ത്യൻ പള്ളിയുടെയും സ്പോൺസർഷിപ്പുമായിട്ട് അമ്മയുടെ ഒരു പരിപാടി നടക്കണ്ടെന്ന് ശക്തമായിട്ട് അൻസിബ പറഞ്ഞു. അപ്പൊ ചില സംഘിണികൾക്ക് അതൊന്ന് കൊണ്ടു. അവര് ചോദിച്ചു, അതെന്താ അൻസിബ നീ അമ്പലത്തിനെതിരെ നിൽക്കുന്നേ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും അതുമാത്രമല്ല ടിനി ടോം അടക്കമുള്ള ആളുകള് ഇതാ ഈ അൻസിബയെ തീവ്രവാദിയാക്കാനുള്ള ശ്രമം നടത്തി. അവര് തീവ്രവാദ മനസ്സുള്ള ആളുകളാണ്, മുസ്ലിങ്ങളല്ലേ, പിന്നെ സ്വാഭാവികമായിട്ട് അവർ തീവ്രവാദിയാവുമല്ലോ എന്ന രീതിയിലൊക്കെയുള്ള സംഭാഷണങ്ങളൊക്കെ നടന്നു എന്നാ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഇടാൻ വേണ്ടിയിട്ടാണ് ഇവർ പോയത്. ഇതുവരെയും ഇട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ആരോട് പരാതി പറയും എന്റെ പ്രിയ സുഹൃത്തുക്കളെ? ഈ VD സതീശ മേനോൻ ഗവൺമെന്റില് നമ്മുടെ പോലീസിന്റെ മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല അതിഗംഭീരമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന, തൂഫാനുമായിട്ട് കേരളത്തെ തൂഫിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഈ ഭരണത്തില് നമ്മൾ ഇനി ആരോട് പരാതി പറയും? എങ്ങനെ പരാതി പറയും? നോക്കൂ, അത്രയേറെ പ്രസിദ്ധിയാർജിച്ച ഈ പെൺകുട്ടിയുടെ അൻസിബ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയുടെ പരാതി അവർ എടുക്കുന്നില്ല. അവരത് FIR ഇടുന്നില്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ പരാതിയുമായി ചെന്നു കഴിഞ്ഞാൽ എന്നാ തേങ്ങ ഉണ്ടാവാനാ എന്നാണ് ഞാൻ പച്ചയ്ക്ക് ചോദിച്ചു പോകുന്നത്. എന്തായാലും കേൾക്ക്. എന്റെ സ്റ്റേറ്റിനോടാണ്, ആഭ്യന്തരമന്ത്രിയോടാണ്. ഇവിടെ ഓരോ വ്യക്തിക്കും ഉള്ള മൗലികാവകാശമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പൊ ഞാൻ വേറെ എവിടെ പോയിട്ടാണ് പരാതി പറയേണ്ടത്? നോക്കൂ, എത്ര വ്യക്തമായിട്ട് പറയുന്നു. ഞാൻ എൻ്റെ സ്റ്റേറ്റിനോടാണ് പരാതി പറയുന്നത്, ആഭ്യന്തരമന്ത്രിയോടാണ് പരാതി പറയുന്നത്. ഇതാണ് സുഹൃത്തുക്കളെ പലപ്പോഴും പറയാറുണ്ട്, ആർജമുള്ള നട്ടലുള്ള എന്താ പറയാ ഒരല്പസ്വല്പൊക്കെ ധാർഷ്ട്യമുള്ള മന്ത്രിമാരൊക്കെ തന്നെ വേണം നമ്മുടെ കേരളത്തില് ചില കാര്യങ്ങളൊക്കെ ഭരിച്ചു കിട്ടാൻ എന്നുള്ളത്. ഇത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഇദ്ദേഹം എന്താ പറഞ്ഞേ? ഇദ്ദേഹം കമ്മീഷണറെ വിളിച്ചു എന്നല്ല പറഞ്ഞേ. ഞാൻ ഒന്നുകൂടി കേട്ടോളൂ.
ഈ പറഞ്ഞ വ്യക്തി സിനിമാ നടിയാണ്. അവരെന്നെ ഫോണിൽ വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പരാതി കൊടുത്തിട്ട് FIR എടുക്കുന്നില്ല എന്ന്. ഞാൻ കമ്മീഷനെ വിളിച്ച് ചോദിച്ചപ്പോൾ കമ്മീഷൻ എന്നോട് പറഞ്ഞു FIR എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പോലീസ് FIR എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അൻസിബയെ പറ്റിക്കുന്നത് ആര്? രമേശ് ചെന്നിത്തലയാണോ അതോ പോലീസ് കമ്മീഷണറാണോ പറ്റിക്കുന്നത്? അൻസിബ എന്ന് പറഞ്ഞ പാവം പെൺകുട്ടി ചതിക്കപ്പെടുകയാണ്, നമ്മുടെ സ്റ്റേറ്റിൽ ചതിക്കപ്പെടുകയാണ്. ഇത്തരത്തിലൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടുള്ളത് ഉത്തരേന്ത്യയിലാണെന്നേ. മുസ്ലിങ്ങൾ പോയി കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾ പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ പരാതി എടുക്കാതെ ആട്ടിയിറക്കി വിടുന്ന, അവരെ കുറ്റക്കാരാക്കുന്ന, ആരാണോ പരാതിയുമായിട്ട് ചെല്ലുന്നത് അവര് കുറ്റക്കാരാവുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഉത്തരേന്ത്യയിലാണ്. എന്താണ് ആ ഒരു ഉത്തരേന്ത്യൻ BJP നാറിയ രാഷ്ട്രീയം നമ്മുടെ കേരളത്തിലേക്കും വരികയാണോ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ? ലെറ്റ് മീ ആസ്ക് യു, ആണോ? അല്ലാതെ പിന്നെ ഇതെന്താണത്? ഇദ്ദേഹം ഫുള്ളായിട്ട് സംസാരിക്കുന്നത് ശരിയല്ല. ഞാൻ ഹോം മിനിസ്റ്റർ ഒരു അന്വേഷണത്തിൽ ഇടപെടാൻ പാടില്ല. ഇല്ല, സത്യസന്ധനാണ് രമേശ് ചെന്നിത്തല സാർ. താങ്കൾ 100% വിശ്വസിക്കുന്നു, താങ്കൾ സത്യസന്ധനാണ്. ഒരു കാരണവശാലും പോലീസിൽ താങ്കൾ ഇടപെടില്ല, അത് അവരുടെ ഡ്യൂട്ടിയാണ്, ഇടപെടുന്നത് ശരിയല്ല. ഒരു ജനപ്രതിനിധിയും ഒരു കേസിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ല. അപ്പൊ ഇത് പറയുന്നു ഒരു തരത്തിലുള്ള FIR-ഉം ഇട്ടിട്ടില്ല എന്ന്. നമ്മൾ ആരെ വിശ്വസിക്കണം? അൻസിബ പറയുന്ന കേട്ട കഴിഞ്ഞാൽ കണ്ണീരോട് കൂടിയിട്ടാണ്, തേങ്ങലോട് കൂടിയിട്ടാണ് അവരത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ ശരി. ഞാൻ ഇടപെടുന്നതാണ് തെറ്റ്. പിന്നെ പോലീസ് FIR എടുത്താൽ ഇറ്റ് ഈസ് ദെയർ ഡ്യൂട്ടി. അവർ അന്വേഷിച്ച് പിന്നെ നടപടി എടുക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് എന്നോട് അവരുടെ പരാതി അവരെന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ കമ്മീഷനെ ഞാൻ വിളിച്ചു, കൊച്ചി കമ്മീഷനെ വിളിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു സാർ FIR ഇട്ടിട്ടുള്ളത്. ഞാൻ അവരെ തിരിച്ച് വിളിച്ചപ്പോൾ കിട്ടിയില്ല, ഇത് പറയാൻ വേണ്ടി. FIR ഇട്ട് മറ്റ് അന്വേഷണം പോലീസിന്റെ ചുമതലയാണ്. എങ്ങനെയുണ്ട്? അപ്പൊ ഇന്ന് വന്ന വാർത്ത കൂടി കൃത്യമായിട്ട് ഇനി കേട്ടോ. സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ തടയണമെന്നാവശ്യപ്പെട്ടാണ് അൻസിബ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ഫോണിൽ വിളിക്കുന്നത്. എന്നാൽ ഇക്കാര്യം ഉൾപ്പെടെ അൻസിബയുടെ 3 പരാതികളിലും പോലീസ് FIR ഇട്ടിട്ടുണ്ടെന്നും ആവർത്തിച്ചുള്ള പരാതികളിൽ കാര്യമില്ല എന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഇതോടെയാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം വേദനിപ്പിച്ചു എന്നറിയിച്ച് അൻസിബ രംഗത്തെത്തിയത്. മൂന്നാമത്തെ ഈ പരാതി തീർച്ചയായിട്ടും വേദനിപ്പിക്കില്ലേ? ഒരു സ്ത്രീയല്ല അവര്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇവർക്കല്ലേ, സ്ത്രീകൾക്കല്ലേ? 100%. അവർക്കൊപ്പം നിൽക്കാൻ ഒരു ഗവൺമെന്റിന് കഴിയണ്ടേ? എന്താണ് കഴിയാത്തത്? എന്താണ് VD സതീശ മേനോൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് 19 ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ നാട്ടിലേക്കുള്ള വിവരങ്ങളാണ് ഇതെല്ലാം. പറയുന്നത് പോലെ FIR ഇട്ടിട്ടേ ഇല്ല സാർ. പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ സ്റ്റേറ്റിനോടാണ്, ആഭ്യന്തരമന്ത്രിയോടാണ്. ഇവിടെ ഓരോ വ്യക്തിക്കുമുള്ള മൗലികാവകാശമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പം ഞാൻ വേറെ എവിടെ പോയിട്ടാണ് പരാതി പറയേണ്ടത്? താൻ പ്രതിനിധീകരിക്കുന്ന അമ്മയിൽ തന്റെ പരാതി കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. സർക്കാരിന് മുന്നിലല്ലാതെ മറ്റാർക്ക് മുന്നിലാണ് താൻ പരാതി പറയേണ്ടതെന്നും അൻസിബ പിടിച്ചു നിൽക്കുന്നത് ഞാൻ എൻ്റെ മനസ്സിന്റെ കട്ടി കൊണ്ടാണ്. നടൻ തീർച്ചയായിട്ടും എന്റെ മനസ്സിന്റെ കട്ടി കൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് എന്നാ പറയുന്നത്. അവർക്കുണ്ടാവുന്ന പ്രഷറൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അവരത്യാവശ്യം മോഹൻലാലിനും മറ്റൊക്കെ ഇപ്പോൾ അഭിനയിക്കുന്നത് നടിയാണ്. അമ്മയുടെ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും അറിയാം. ഈ ഒരൊറ്റ ആളെ ഒരുപാട് പേർ അപ്പുറത്ത് നിന്ന് ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവര് സമ്മതിക്കണം. എന്നിട്ടാണ് ഒരു കള്ളത്തരം ആഭ്യന്തരമന്ത്രി അറിയിച്ചിരിക്കുന്നത്. കള്ളത്തരമാണ് എങ്കിൽ നമ്മൾക്കൊക്കെ എന്ത് പ്രതീക്ഷയുള്ളത്? നിങ്ങൾ പറ. അപ്പോഴാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുക, പിണറായി വിജയൻ തന്നെയായിരുന്നു ശരി. ഒരൊറ്റ ഫോൺ കോള് അല്ലെങ്കിൽ ഒരൊറ്റ പറച്ചിൽ മതി, കേസ് എടുത്തിരിക്കും. ഏത് മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ബൈ.